കാസർഗോഡ് പെരുമ്പട്ടയിലെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ ഇന്നലെ സന്ദർശനത്തിനെത്തിയത് വിഷ്ണുമൂർത്തി തെയ്യം. നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപനത്തിലാണ് തെയ്യം പള്ളിയിലെത്തിയത്. പെരുമ്പട്ട താഴത്തിടം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം. വിഷ്ണുമൂർത്തി തെയ്യം അമ്പലത്തിൽ നിന്നിറങ്ങി വഴിയിലേക്ക്. പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തെയ്യം പുറപ്പെട്ടു വരികയാണ്. ഇത് ഒരു മുസ്ലിം പള്ളിയിലേക്കാണ് ഈ തെയ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ ആഘോഷപരമായ ഈ വരവ്. മുത്തുക്കുടയും ചെണ്ടമേളവുമായി തെയ്യം പടി കയറിയത് മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലേക്ക്. കാൽ കഴുകി സ്വീകരണം. കൽകിയായി അവതരിച്ച് ലോകരക്ഷ ചെയ്തു പോരുന്ന ഒരു പരദേവത. അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് പരദേവത. എങ്കിലും നമ്മുടെ മൂർത്തികളെ വധിച്ച് ഇന്നിവിടെ മൂർത്തികളെയാണ് കാണുന്നത് അല്ലേ? അങ്ങനെ പാടില്ല. തെയ്യത്തിന്റെ വക കാരണവന്മാർക്ക് നാളികേരം. ഈ മസ്ജിദിന്റെ പ്രശസ്തി ലോകർ പറയും. തെയ്യത്തിന് പള്ളി കമ്മിറ്റിയുടെ കാണിക്കാം. ഇത് പൈതൃകമാണ്. ഇവിടുത്തെ ക്ഷേത്രവും ഇവിടെയുള്ള പള്ളിയുമായിട്ട് അഭേദ്യമായ ബന്ധമാണ്. ആ ബന്ധത്തിൽ പരസ്പരം എല്ലാവരും സ്നേഹിച്ച് നുകർന്ന് പകർന്നു കൊണ്ടിട്ടുള്ള ഒരു സമീപനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് നാളെയും തുടരട്ടെ. ഇതുപോലെ തന്നെ വരുന്ന ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇതുവരെ അനുഭവമായി നല്ലൊരു പാഠമായിട്ട് ഒരു അനുഭവമായിട്ട് മാറണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. മസ്ജിദ് സന്ദർശിക്കുന്ന തെയ്യത്തിൻ്റെത് നൂറ്റാണ്ടുകളായുള്ള ആചാരം. വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയിലേക്ക് ചവിട്ടിക്കയറിയത് മനുഷ്യ സ്നേഹത്തിന്റെ പടവുകളാണ് ചവിട്ടിക്കയറിയത്. ആ ഒരു സന്ദേശമാണ് സമൂഹത്തിന് ഇപ്പം നൽകിയിട്ടുള്ളത്. മതത്തിന്റെ മതിലുകളില്ലാത്ത പെരുമ്പട്ടയിലെ കളിയാട്ട മാതൃക. മതസൗഹാർദ്ദം എന്ന് പറയരുത്, സൗഹാർദ്ദം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. സൗഹാർദ്ദത്തിനിടയ്ക്ക് എന്തു മതമെന്നാണ് അവർ ചോദിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇവിടെ കാണുന്നത്. ഈ അമ്പലത്തിലും ഒപ്പം തന്നെ മസ്ജിദിലും ഉള്ള ആചാരങ്ങളും അതുപോലെ തന്നെയാണ്. പെരുമ്പട്ടയിൽ നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്.